നമുക്ക് ഫ്ലൂയിഡ്സിന്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. അവസാനത്തെ ടോപ്പിക് കാപ്പില്ലറി റൈസ് ആണ്. കാപ്പില്ലറി റൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? കേശീകത്വം എന്ന് പറയുന്ന സംഗതിയാണ്. അതായത് ലിക്വിഡ് വളരെ മെലിഞ്ഞ ട്യൂബ് ആയിരിക്കണം. വളരെ മെലിഞ്ഞ ട്യൂബ്, ഒരു ഗ്ലാസ് വെള്ളത്തിനുള്ളിലൊക്കെ വളരെ മെലിഞ്ഞ ട്യൂബ് അതിലേക്ക് ഇടുകയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ പതുക്കെ അതിലേക്ക് ഉയരാൻ തുടങ്ങും. നമ്മളിട്ട ഈ ഗ്ലാസ് ട്യൂബിലേക്ക് വെള്ളം ഉയരാൻ തുടങ്ങും. അത് ഗ്രാവിറ്റിക്ക് എതിരാണ് അല്ലെ? കാരണം മുകളിലേക്ക് ഉയരുകയാണല്ലോ. അങ്ങനെ ഉയരുന്നതിനെയാണ് നമ്മൾ കാപ്പില്ലറി റൈസ് എന്ന് പറയുന്നത്. കാപ്പില്ലറി റൈസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് ബൈ വിച്ച് ഇറ്റ് റൈസസ് അപ്പ് ഇൻ എ നാരോ ട്യൂബ്. നാരോ ആയിരിക്കണം, ട്യൂബ് വളരെ നാരോ ആയിരിക്കണം. ഇൻ സ്പൈറ്റ് ഓഫ് ഗ്രാവിറ്റി, എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അതിന്റെ എക്സാമ്പിളുകൾ ഒരുപാട് നമ്മൾ നിത്യജീവിതത്തിൽ കാണും. ഓയിൽ റൈസസ് ത്രൂ എ വിക്ക്, അതായത് എണ്ണ കയറി തിരിയിലൂടെ കയറി വന്നിട്ടാണല്ലോ വിളക്ക് കത്തുന്നത്. അതുപോലെ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത്, ബ്രിക്ക് വെള്ളം വലിച്ചെടുക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളെ നിലം ഉഴുവല്ലോ, വെള്ളം താഴെ നിന്ന് വെള്ളം അങ്ങനെ ആ ചെറിയ ഹോളിലൂടെ മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്തൊക്കെ നിലം ഉഴുതിട്ടിരുന്നത്. പാടൊക്കെ എപ്പോഴും ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് ഉഴുത് മറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം താഴെയുള്ള വെള്ളം വാട്ടർ വലിയ എളുപ്പത്തിൽ അതിലൂടെ ഉണ്ടാവുന്ന ചെറിയ പോർസ് എന്നാ പറയാം, അതിലൂടെ കയറി മുകളിലെത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇതിന് ചെടികൾക്ക് ആ വെള്ളം എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിലം ഫ്ലോ ചെയ്യാന്നാണ് പറയാം, ഫ്ലോയിങ് ദ ലാൻഡ്. ഇനി അതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പോവാണ്. എക്സ്പ്രഷൻ ഫോർ കാപ്പില്ലറി റൈസ്. ട്യൂബ് വളരെ നാരോ ആയിരിക്കണം, പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് വലുതാക്കി വരച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. ഇത് നമ്മൾ മെനിസ്കസ് എന്നാണ് വിളിക്കുക. അതായത് ആ വെള്ളം കയറി നിൽക്കുന്ന ആ ഒരു ഭാഗമുണ്ട്, അതാണിത്. ആ ട്യൂബാണ് മെനിസ്കസ് എന്നാണ് പറയുക ഈ എൻഡിന്. അതായത് ആ എയറും ലിക്വിഡും തമ്മിലുള്ള ആ ഇന്റർഫേസ് മെനിസ്കസ് എന്നാണ് പറയാ. അപ്പൊ ഈ മെനിസ്കസിന്റെ ഷേപ്പ് കോൺകേവ് ആണ്. ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഈ മെനിസ്കസിന്റെ ഷേപ്പ് കോൺകേവ് ആണ്. നമ്മൾ മർക്കുറിയാണ് എടുക്കുന്നതെങ്കിൽ അത് നേരെ തിരിഞ്ഞിട്ടുണ്ടാവുക. അതായത് ഇപ്പൊ ഇത് യു എഴുതിയ പോലെയല്ല ഉള്ളത്, മർക്കുറി ആണുള്ളതെങ്കിൽ അത് റാ എഴുതിയ പോലെയാണ് ഉണ്ടാവുക. അത് കോൺവെക്സ് മെനിസ്കസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം എളുപ്പത്തിലുള്ള കാര്യം പറയാം. കോൺകേവ് മെനിസ്കസിനെ പറ്റി പറയാം. അപ്പോൾ കോൺകേവ് മെനിസ്കസിൽ ഇതാ ആദ്യം നമ്മളൊരു ടാൻജന്റ് വരച്ചു. എന്നിട്ട് ലിക്വിഡിന്റെ അകത്ത് ആംഗിൾ മാർക്ക് ചെയ്തു, തീറ്റ അല്ലെ? പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇന്റർസെക്ഷൻ, അല്ലെങ്കിൽ ആ ഇന്റർഫേസിൽ ലിക്വിഡ് എയർ ഇന്റർഫേസിൽ വെച്ചിട്ട് ആ പോയിന്റിൽ വെച്ച് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുന്നു. ലിക്വിഡിനകത്ത് ആംഗിൾ വരയ്ക്കുന്നു. ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇത് തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ ആണ്. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? കാപ്പില്ലറി റൈസിനുള്ള എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം ഈ മെനിസ്കസ് ഒരു ആർക്ക് പോലെയാണല്ലോ, ഈ ആർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു സർക്കിൾ കിട്ടും അല്ലെ? ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അതായത് മെനിസ്കസിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഇനി ഈ ട്യൂബ്, ആ ട്യൂബിന്റെ നടുവിലൂടെ ഒരു ആക്സിസ് വരയ്ക്കുക. അപ്പൊ ഈ ട്യൂബിന്റെ റേഡിയസ് ആണ് സ്മോൾ എ. രണ്ടും ഓർത്ത് വെക്കണം. ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ മെനിസ്കസ് ആൻഡ് സ്മോൾ എ ഇസ് ദി റേഡിയസ് ഓഫ് ദി കാപ്പില്ലറി ട്യൂബ്. ആംഗിൾ തീറ്റ ഇസ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഈ ട്രയാങ്കിൾ ആർ പി എം സി എന്നാണ് ട്രയാങ്കിൾ പി എം സി എടുക്കുക. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പൊ ട്രയാങ്കിൾ പി എം സി എടുക്കുക. അതിൽ നിന്ന് കോസ് തീറ്റ കാണുക. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് എ ബൈ ആർ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതിൽ നിന്ന് ആർ, റേഡിയസ് ഓഫ് ദ മെനിസ്കസ് ഇസ് ഈക്വൽ ടു എ ബൈ കോസ് തീറ്റ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സർഫസ് ഓഫ് ദി വാട്ടർ ഇൻ കാപ്പില്ലറി ട്യൂബ് ഇസ് കോൺകേവ്. അതാണ് കണ്ടത്, ഈ കോൺകേവ് മെനിസ്കസ് ആണ് എന്നാ പറഞ്ഞത്. ഈ മെനിസ്കസിന്റെ മുകളിലും താഴെയും പ്രഷർ ഈക്വൽ ആയിരുന്നുവെങ്കിൽ ഈ മെനിസ്കസ് എന്താവില്ല? ഇങ്ങനെ കോൺകേവ് ആവില്ല, ഫ്ലാറ്റ് ആയിരിക്കും. ഈ മെനിസ്കസ് കോൺകേവ് ആണ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ, മെനിസ്കസിന്റെ തൊട്ട് മുകളിലുള്ള പ്രഷർ കൂടുതലാണ് തൊട്ട് താഴെയുള്ള പ്രഷറിനേക്കാളും എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അതുകൊണ്ട് താഴേക്ക് തള്ളുന്നത്. ഈ സെന്റൻസ് പ്രഷർ ഓൺ ദി കോൺകേവ് സൈഡ് ഈസ് മോർ ദാൻ ഔട്ട് സൈഡ്, ജസ്റ്റ് ഈ പോയിന്റിലുള്ള പ്രഷറിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അവിടെ ഉള്ള പ്രഷറാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രഷർ ഡിഫറൻസ്, ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ ഒരു കൺഫ്യൂഷൻ ഈ ഒരു സെന്റൻസിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകണ്ട.
ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്. പ്രഷർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഈ മെനിസ്കസ് എന്തായത്, കുഴിഞ്ഞിട്ടായത്, അതായത് കോൺകേവ് ഷേപ്പിലായത്. പ്രഷർ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ മെനിസ്കസ് ഫ്ലാറ്റ് ആയിട്ടാകുമായിരുന്നു ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മൾ ഇതാ ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, മെനിസ്കസിന്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ ഒരു ഡ്രോപ്പ് ആയിട്ട് സങ്കല്പിക്കാം. അപ്പൊ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ്, ഇവിടെ ഒരു ഡ്രോപ്പ് ആയിട്ട് സങ്കല്പിക്കാൻ കാരണം എയറും ലിക്വിഡും തമ്മിലുള്ള ഇന്റർഫേസ് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് സങ്കല്പിക്കുന്നത്, ഇതിനെ ഒരു ഡ്രോപ്പ് ആയിട്ട് സങ്കല്പിക്കുന്നത്. അപ്പൊ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പിനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 2s ബൈ ആർ. അതിൽ നിന്ന് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 2s, ആർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആർ ഇസ് ഈക്വൽ ടു എ ബൈ കോസ് തീറ്റ. അപ്പൊ എ ബൈ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ എ എന്ന് കിട്ടും. ഇക്വേഷൻ 1. ഇതാണ് പ്രഷർ ഡിഫറൻസ്. ടോപ്പും ബോട്ടവും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് എന്ത്? ഡെൽറ്റ പി. രണ്ടും ഒരു പ്രഷറിലല്ല. നീ ചിത്രം നോക്കിക്കോളൂ. ഇങ്ങനെ ആയിരുന്നു എങ്കിൽ, ഇങ്ങനെയല്ല, ആക്ച്വലി ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഒരു കാപ്പിലറി റൈസ് ഉണ്ടാവും. ഇങ്ങനെ ആയിരുന്നു എങ്കിൽ എന്തായിരുന്നു പ്രശ്നം ഉണ്ടാവുക? ഈ പോയിന്റ് എയും പോയിന്റ് ബിയും ഒരേ ഹൊറിസോണ്ടൽ സർഫസിലാണ് അല്ലെ? അപ്പൊ പോയിന്റ് എയിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. പാസ്കൽസ് ലോ പ്രകാരം അതേ പ്രഷർ ആയിരിക്കണം പോയിന്റ് ബിയിലും ഉണ്ടാവുക. പക്ഷെ നമ്മൾ കണ്ടു പോയിന്റ് ബിയിൽ അല്ലെങ്കിൽ പോയിന്റ് ബിയും തൊട്ട് മുകളിലുള്ള പോയിന്റും തമ്മിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്. എത്ര? അത് 2s cos θ ബൈ എ ആണ്. അപ്പൊ ഈ പ്രഷർ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അപ്പൊ പിന്നെ എയും ബിയും ഒരു ലെവലിലാവാൻ പറ്റില്ല. അപ്പൊ ബി എന്ത് ചെയ്യും? ആ പ്രഷർ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബി എന്ത് ചെയ്യും? ബി എന്നുള്ള പോയിന്റ് കുറച്ച് താഴണം, അല്ലെങ്കിൽ ആ വാട്ടർ ലെവൽ കുറച്ച് ഉയരും. എത്ര ഹൈറ്റിലേക്കാണ് ഉയരുക? h ഹൈറ്റിലേക്കാണ് ഉയരുക. അപ്പൊ എന്താ കിട്ടുക? കണ്ടോ? പ്രഷർ എയും ബിയിലും ഈക്വൽ ആവാൻ വേണ്ടി പ്രകൃതി തന്നെ നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണിത്. ലിക്വിഡ് റൈസസ് ഇൻ ദ ട്യൂബ് ത്രൂ എ ഹൈറ്റ് h. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം ഈ പോയിന്റ് ബിയിലുള്ള പ്രഷർ എന്ന് കിട്ടുന്നത് എന്താണ്? എച്ച് റോ ജി ആണ് അല്ലെ? അപ്പൊ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. ആ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട ഹൈറ്റിലേക്കാണ് ഇത് ഉയരുക. അതുകൊണ്ടാണ് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് എഴുതിയത്. അപ്പൊ ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി കമ്പയർ ചെയ്യുക. 2s cos θ ബൈ എ ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. അതിൽ നിന്ന് s ഇസ് ഈക്വൽ ടു എന്താണ്? സർഫസ് ടെൻഷൻ s ഇസ് ഈക്വൽ ടു എച്ച് എ റോ ജി ബൈ 2 cos θ. ഇതാണ് സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ. ഓർമ്മ വെക്കണം, പ്രോബ്ലം ചെയ്യാൻ ആവശ്യം ഉണ്ടാവും. ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചിത്രവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ s ഇസ് ഈക്വൽ ടു എച്ച് എ റോ ജി ബൈ 2 cos θ. എന്താണ് ഈ എ എന്ന് പറഞ്ഞാൽ? റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ആർ ആണ് റേഡിയസ് ഓഫ് ദി മെനിസ്കസ്. ഇതിൽ നിന്ന് ഹൈറ്റ്, കാപ്പിലറി ഹൈറ്റ് എത്രമാത്രം വെള്ളം ഉയർന്നു എന്നറിയണമെങ്കിൽ കാപ്പിലറി ഹൈറ്റ് അറിയണമെങ്കിൽ h is equal to 2s cos θ by a rho g എന്ന് കിട്ടും. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് കാണാം എന്താണ്? ഫോർ എ ഗിവൺ ലിക്വിഡ് കാപ്പിലറി റൈസ് ഇൻക്രീസസ് വിത്ത് സർഫസ് ടെൻഷൻ. കണ്ടോ? h ഇതിന്റെ മുകളിൽ ആരൊക്കെ ആയിരിക്കും മാറ്റം ഉണ്ടാവുക? ഒരൊറ്റ ലിക്വിഡ് ആണെങ്കിൽ തീറ്റയ്ക്ക് മാറ്റം ഉണ്ടാവില്ല. പിന്നെ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബിന് മാറ്റമില്ല. ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡിന് മാറ്റമില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് മാറ്റമില്ല. അപ്പൊ h ആരുടെ മുകളിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? സർഫസ് ടെൻഷൻ ഓഫ് ദി ലിക്വിഡിന്റെ മുകളിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സർഫസ് ടെൻഷൻ എത്ര കൂടുന്നോ ലിക്വിഡിന്റെ അത്രയ്ക്കനുസരിച്ച് കാപ്പിലറി റൈസും ഇൻക്രീസ് ചെയ്യും. അപ്പൊ കാപ്പിലറി റൈസ് ഇസ് ഡ്യൂ ടു എന്തൊക്കെയാണ്? സോ കാപ്പിലറി ഹൈറ്റ് ഇസ് ഡ്യൂ ടു ദ ലിക്വിഡ് പ്രോപ്പർട്ടി. സർഫസ് ടെൻഷന്റെ മുകളിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. എന്തിന്റെ മുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ കാപ്പിലറി റൈസ് ആ ഇക്വേഷൻ പ്രകാരം ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യാം. ഇൻക്രീസസ് ഈ റേഡിയസ് ഓഫ് ദ ട്യൂബ് ഡിക്രീസസ്. കാരണം എന്താണ്? താഴെ ആണല്ലോ ആ ഇക്വേഷൻ. നോക്കൂ, ടു എ റോ ജി, എ താഴെയാണുള്ളത്. അപ്പോൾ റേഡിയസ് ഓഫ് ദ ട്യൂബ് ഡിക്രീസ് ചെയ്താൽ സർഫസ് ടെൻഷന്റെ അല്ല കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് കൂടും. പിന്നെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്താലും കാപ്പിലറി റൈസ് കൂടും. ഇനി നമ്മൾ ആ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. എന്താണ് ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു, ആദ്യത്തെ ഇക്വേഷനിലേക്ക് തന്നെ തിരിച്ചു പോവുക. എസ് ഇസ് ഈക്വൽ ടു എച്ച് എ റോ ജി ബൈ 2 കോസ് തീറ്റ. ഈ എ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി എഴുതിയതാണ്, അതിനെ ആറാണത്. അപ്പൊ എച്ച് ആർ റോ ജി ബൈ 2 എന്ന് കിട്ടും. ഇനി പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് എന്താണ്? റേഡിയസ് ഓഫ് ദി ട്യൂബ് ആണെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കാം, എച്ച് എ റോ ജി ബൈ 2 കോസ് തീറ്റ. റേഡിയസ് ഓഫ് ദ മെനിസ്കസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ എച്ച് ആർ റോ ജി ബൈ 2. ഇനി ഇക്വേഷൻ നോക്കിയാൽ കാണാം, ഇതിൽ റോ ഒരു ഗിവൺ ലിക്വിഡിന് റോ ഒരു കോൺസ്റ്റന്റ് ആണ്, ജി ഒരു കോൺസ്റ്റന്റ് ആണ്, 2 ഒരു കോൺസ്റ്റന്റ് ആണ്.
അപ്പോൾ സർഫസ് ടെൻഷൻ ഒരു ഗിവൺ ലിക്വിഡിന് അതും എന്തായിരിക്കും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ലിക്വിഡ് മാറിയാലേ സർഫസ് ടെൻഷൻ മാറുള്ളൂ. സോ എച്ച് ഇൻറ്റു ആർ ഷുഡ് ബി എ കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ട്യൂബ് മാറ്റിയാൽ ഒരു മെലിഞ്ഞ ട്യൂബ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ കാപ്പിലറി അപ്പൊ ആറ് കുറഞ്ഞു അല്ലെ. മെലിഞ്ഞ ട്യൂബ് എന്ന് പറയുമ്പോൾ ഡയമീറ്റർ കുറഞ്ഞു, റേഡിയസ് കുറഞ്ഞു. അപ്പൊ ഹൈറ്റ് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. കാപ്പിലറി റൈസ് അത്രയും കൂടുതൽ ഉണ്ടാവും ആ ട്യൂബിൽ. ആ ട്യൂബ് മാറ്റി കുറച്ചുകൂടി തടിച്ച ട്യൂബ് എടുത്താൽ ആറ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ഇൻക്രീസ് എന്തിനുണ്ടാവും, കാപ്പിലറി റൈസിന് ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, വളരെ മെലിഞ്ഞ ട്യൂബിലാണ് നന്നായിട്ട് കാപ്പിലറി റൈസ് കിട്ടുക. ട്യൂബിന്റെ തടി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കൂടുകയും കാപ്പിലറി റൈസ് കുറയുകയും ചെയ്യും. സോ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എച്ച് ഇൻറ്റു ആർ ഈസ് എ കോൺസ്റ്റന്റ്. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. A capillary tube of radius 0.05 cm is inserted vertically into an open vessel of water. Water rises to a height of 2.98 cm. ഒക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്, കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. A is equal to 0.05 cm, അതായത് 0.05 × 10⁻² മീറ്റർ. H is equal to എത്ര വരെയാ വെള്ളം പൊന്തിയത്, വാട്ടർ റൈസ് ചെയ്ത് 2.98 cm ആണ്. അതിനെയും മീറ്റർ ആക്കാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, സർഫസ് ടെൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എച്ച് എ റോ ജി ബൈ 2 കോസ് തീറ്റ. ഇനി ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ തീറ്റയ്ക്ക് എന്ത് വാല്യൂ കൊടുക്കും എന്നുള്ളതാണ്. പ്യുവർ വാട്ടറും ക്ലീൻ ഗ്ലാസും ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആയിരിക്കും. അതായത് വാട്ടർ വിൽ നോട്ട് വെറ്റ് ദി ഗ്ലാസ്. അപ്പോൾ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ എടുക്കുക. അതായത് പ്യുവർ വാട്ടറും ക്ലീൻ ഗ്ലാസും ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തീറ്റ തരും. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഈ കോസ് തീറ്റ കോസ് 0 എന്നാവും. അപ്പോൾ കോസ് 0 1 ആയി. അപ്പോൾ എച്ച് എ റോ ജി ബൈ 2 എന്ന് കിട്ടും. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ സർഫസ് ടെൻഷൻ ആസ് 7.3 × 10⁻² ന്യൂട്ടൺ പെർ മീറ്റർ. ഇതും അതുപോലെയുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. മെർക്കുറി ഹാസ് ആൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈക്വൽ ടു 140 ഡിഗ്രി വിത്ത് സോഡ ലൈം ഗ്ലാസ്. നാരോ ട്യൂബ് ഓഫ് റേഡിയസ് തന്നിട്ടുണ്ട്. ഡിപ്ഡ് ഇൻ മെർക്കുറി. വാട്ട് എമൗണ്ട് ഡസ് മെർക്കുറി ഡിപ്പ്. മെർക്കുറിക്ക് നമ്മൾ വാട്ടറിന് നേരത്തെ കാപ്പിലറി റൈസ് കണ്ടല്ലോ, കാരണം കോൺകേവ് മെനിസ്കസ് ആയിരുന്നു. മെർക്കുറിക്ക് കോൺവെക്സ് മെനിസ്കസ് ആയിരിക്കും. അതായത് യുവിന് പകരം റാ എന്ന് എഴുതിയ പോലെയാണ് അതിന്റെ ആ മെനിസ്കസ് ആറ്റം ഉണ്ടാവുക. അപ്പോ മെർക്കുറിക്ക് കാപ്പിലറി ഡിപ്രഷൻ ആണ് ഉണ്ടാവുക. ബാക്കി എല്ലാ ഈ ലിക്വിഡിനും കാപ്പിലറി റൈസ് ഉണ്ടാവുക, മെർക്കുറിക്ക് കാപ്പിലറി ഡിപ്രഷൻ ആണ് ഉണ്ടാവുക. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എച്ച് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ ഒരു നെഗറ്റീവ് സൈൻ വരുമെന്ന് മാത്രം. നമുക്ക് കാണാം, പ്രോബ്ലം നോക്കാം. സർഫസ് ടെൻഷനും ഡെൻസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ 140 ഡിഗ്രിയാണ്. അപ്പോൾ ഈ റേഡിയസ് എത്രയാണ്, 1 മില്ലിമീറ്റർ ആണ്. 1 × 10⁻³ മീറ്റർ. സർഫസ് ടെൻഷൻ മെർക്കുറിയുടെ തന്നിട്ടുണ്ട് അല്ലേ, 0.465 ന്യൂട്ടൺ പെർ മീറ്റർ. ഡെൻസിറ്റി ഓഫ് മെർക്കുറി തന്നിട്ടുണ്ട് 13.6 × 10⁻³ എസ് ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ ഇതാ, എച്ച് എ റോ ജി ബൈ 2 കോസ് തീറ്റ. അതിൽ നിന്ന് എച്ച് ഇസ് ഈക്വൽ ടു 2s cos theta by a rho g. 2 into 0.465 into cos theta ക്ക് എന്ത് എഴുതാം, cos 140 എന്ന് എഴുതാം, ബൈ ബാക്കി എല്ലാം ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ cos 140 തന്നെയാണ് എന്ത് സംഭവിക്കുക, അപ്പൊ ഇതെല്ലാം അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ എച്ച് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. എന്താണ് അത് കാണിക്കുന്നത്, കാപ്പിലറി റൈസ് ഉയർച്ചയല്ല ഉണ്ടാവുക, മറിച്ച് താഴ്ചയാണ് ഉണ്ടാവുക. കാപ്പിലറി ഡിപ്രഷൻ ആണ് ഉണ്ടാവുക എന്നാണ് കാണിക്കുന്നത്. Thus liquid falls in the tube. റൈസിന് പകരം fall ചെയ്യും. A uniform capillary tube of inner radius r is dipped vertically into a beaker filled with water. Water rises to a height h in the capillary tube above the water surface in the beaker. Surface tension തന്നിട്ടുണ്ട്, angle of contact തന്നിട്ടുണ്ട്. State whether the following statements are true or false. For a given material of a capillary tube, h decreases with increase in r. നോക്കാം നമുക്ക് എന്താണ്, നമുക്ക് അറിയാം എച്ച് ആർ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 2s cos theta by a rho g ആണ്. അതിൽ നിന്ന് എന്താണ്, കാപ്പിലറി റൈസ് എച്ച് ഇസ് പ്രപ്പോർഷണൽ ടു 1/a ആണ് അല്ലെ. മറ്റത് റേഡിയസ് ഓഫ് ദ ട്യൂബ് എച്ച് ഇസ് പ്രപ്പോർഷണൽ ടു 1 റേഡിയസ് ഓഫ് ദി ട്യൂബ് ആണ്. അല്ലെങ്കിൽ എച്ച് ഇൻറ്റു ആർ ഈസ് എ കോൺസ്റ്റന്റ് ആണ്. സോ ആദ്യത്തെ സെന്റൻസ് എന്താണ്, ട്രൂ ആണ്. രണ്ടാമത്തെ സെന്റൻസ് എന്താണ്, ഇഫ് ദിസ് എക്സ്പെരിമെന്റ് ഈസ് പെർഫോംഡ് ഇൻ എ ലിഫ്റ്റ്
going up with a constant acceleration, then h decreases. നോക്കാം. ലിഫ്റ്റ് മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ കണ്ടതാണ്. നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് എക്സ്പീരിയൻസ് എന്തായിരിക്കും? എം ഇൻറ്റു ജി പ്ലസ് എ ആയിരിക്കും മുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഡിക്രീസസ്. കാരണം എന്താണ്? അപ്പോൾ എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് പറഞ്ഞാൽ ആ നെറ്റ് ഇഫക്റ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ വെയിറ്റ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കൂടുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പൊ ഇക്വേഷൻ നോക്കിയാൽ കാണാം എച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/g ആണ്. അപ്പൊ ഈ ജി എന്നുള്ള സ്ഥലത്ത് ലിഫ്റ്റിലേക്ക് പോകുമ്പോൾ അതെന്താവും? ജി പ്ലസ് എ ആവും. അപ്പോൾ ഇത് വീണ്ടും ഡിനോമിനേറ്റർ കൂടും, അപ്പൊ ന്യൂമറേറ്റർ കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? നെറ്റ് റിസൾട്ടിൽ ഹൈറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ലിഫ്റ്റിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് എങ്കിൽ ഈ എക്സ്പെരിമെന്റ്, ഈ കാപ്പിലറൈസിന്റെ എക്സ്പെരിമെന്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിഫ്റ്റിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്ര ഹൈറ്റ് കിട്ടില്ല എന്നതാണ് എക്സ്പെരിമെന്റലി കാണുക. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ട്രൂ ആണ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഭാഗം അവസാനിക്കുകയാണ്. ഒരുപാട് നിറയെ ഫ്ലൂയിഡ്സിൽ നിന്ന് നിറയെ ചോദ്യങ്ങൾ വരും. എല്ലാ കൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഡെറിവേഷൻസ് ഒക്കെ 2-3 പ്രാവശ്യം നന്നായിട്ട് എഴുതി പഠിക്കുക. ഇക്വേഷൻസ് ഓർമ്മയിൽ വെക്കണം, എന്നാലേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.